വിശദമായി കടക്കുമ്പോൾ യുവതികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി സസ്പെൻഷൻ മാത്രം. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ രാഹുൽ MLA ആയി തുടരും. ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ വെല്ലുവിളിയാകുമെന്ന വാദമാണ് MLA സ്ഥാനം രാജിവെക്കുന്നതിന് തടസ്സമായി കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം മുതിർന്ന നേതാക്കൾക്കും വനിതാ നേതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരായ സൈബർ ആക്രമണത്തിൽ അമർഷത്തിലാണ് പാർട്ടി നേതൃത്വം. സൈബർ പടയെ നിയന്ത്രിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസിലെ 2 യുവ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആക്ഷേപവുമുണ്ട്. ഇക്കാര്യത്തിൽ അടക്കം പരിശോധിക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ ആവശ്യം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ സസ്പെൻഷൻ ആണ് നടപടി എന്ന കാര്യം കോൺഗ്രസ് ഔദ്യോഗികമായി ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ടോ, അതോ ഇത് അല്ലാതെ ഒരു തരത്തിൽ ഔദ്യോഗിക വാർത്താക്കുറിപ്പുകളിലൂടെ അറിയിക്കുന്നതിനപ്പുറം മറ്റു രീതിയിലാണോ കോൺഗ്രസ് ഇക്കാര്യത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്? സസ്പെൻഷൻ മാത്രമാണെന്ന കാര്യത്തിൽ ഉറപ്പാണോ? സജിത്ത്, അല്പസമയം മുമ്പാണ് കെ മുരളീധരൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അസന്നിഗ്ധമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയത്. 2ാം ഘട്ട നടപടിയാണ് ഈ സസ്പെൻഷൻ. ഇനിയും വെളിപ്പെടുത്തലുകൾ വന്നാൽ, അല്ലെങ്കിൽ നിലവിൽ ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുന്ന പരാതികളിൽ തുടരായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ 3ാം ഘട്ടത്തിലേക്ക് പാർട്ടി കടക്കും. ഏത് പാർട്ടിക്കാണ് ഇങ്ങനൊരു നടപടി സ്വീകരിക്കാൻ കഴിയുക? അതായത് പരോക്ഷമായി നടപടികൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ രാജി എന്ന സാധ്യത ഇനിയും അകലെയല്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായി തന്നെ ആ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നതും. അല്പസമയത്തിനകം UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശും മാധ്യമങ്ങളെ കാണും. അതിനുശേഷം KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഇതിനൊരു വിശദീകരണമുണ്ടാകും. ഇനി രാഹുലുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങളിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല എന്നതിന്റെ ഒരു പ്രതിരോധം തീർക്കലായി നിലവിലെ ഈ സസ്പെൻഷൻ നടപടിയെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഒരേ സമയം പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇതിനെതിരെ കേൾക്കേണ്ടി വന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകാൻ ഈ നടപടിയിലൂടെ കഴിയും. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ നടപടിക്ക് ആക്കം കൂട്ടാൻ കോൺഗ്രസിന് കഴിയും. അതോടൊപ്പം അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കാനും ഇപ്പോഴത്തെ ഈ നീക്കത്തിലൂടെ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പക്ഷേ അവിടെ കൊണ്ട് ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. തുടർന്നും പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. അങ്ങനെ വന്നാൽ ഈ വിഷയത്തിന്റെ ഗൌരവം വർദ്ധിക്കും. കടുത്ത തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് കടക്കേണ്ടി വരും. അത് തന്നെ വ്യക്തമാക്കിയാണ് കെ മുരളീധരൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഡാൻ, പക്ഷേ പ്രതിസന്ധി അതിലൊന്നും തീരുന്നില്ലല്ലോ. കാരണം ഇങ്ങനെ നേതാക്കൾ തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയെ എങ്ങനെ MLA ആയി തുടരാനാവും? എങ്ങനെ അദ്ദേഹത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാവും? എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം മണ്ഡലമായ പാലക്കാട് എത്താനാവും? എങ്ങനെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാവും? ഒരു MLAക്ക് നിയമപരമായി ചെയ്തു തീർക്കേണ്ട ചില ഭരണഘടനാപരമായ ബാധ്യതകളുണ്ടല്ലോ. ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യം കോൺഗ്രസ് ചിന്തിച്ചിട്ടുണ്ടോ? ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുക എന്നത് ഒരു രാഷ്ട്രീയ സാധ്യതയാവാം. പക്ഷേ അതിനപ്പുറത്തേക്ക് തുടർന്നുള്ള നീക്കങ്ങളിൽ എങ്ങനെ രാഹുൽ മാങ്കൂട്ടവുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുമെന്നത് വലിയൊരു പ്രതിസന്ധിയല്ലേ? KPCC അധ്യക്ഷൻ തന്നെ അക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ആശയവിനിമയം രാഹുൽ മാങ്കൂട്ടത്തിലുമായി നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൽക്കാലത്തേക്ക് ഒരു പൊതുപരിപാടികളിലും പങ്കെടുക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് പാലക്കാടിന് പേരിനൊരു MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലത്തേക്ക് തുടരും. അങ്ങനെ ചുരുക്കി പറയാം ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന ഈ നടപടികളെ. അതിനപ്പുറത്തേക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഔദ്യോഗികമായുള്ള മറ്റ് നടപടിക്രമങ്ങളിലോ ഒരു MLAയുടെ പദവി ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കാനുള്ള സാധ്യത വിരളമാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന സൂചനയാണ് പാർട്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ആക്ഷേപങ്ങൾ 20ാം തീയതി മുതലാണ് ഈ വിവാദങ്ങൾക്കിടയാക്കിയ സംഭവങ്ങൾ തുടങ്ങുന്നത്. റിനി എന്നയുടെ വെളിപ്പെടുത്തൽ 20ാം തീയതി വരുന്നു. അതിന് പിന്നാലെ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഹണി ഭാസ്കർ രംഗത്തെത്തുന്നു. അങ്ങനെ മറ്റു ചില ചാറ്റുകൾ പുറത്തു വരുന്നു. ഇങ്ങനെ ഈ ശബ്ദ സംഭാഷണമടക്കം, ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സംഭാഷണമടക്കം പുറത്തു വരുന്നു. ഇത് ചുരുങ്ങിയ ദിവസങ്ങൾക്കിടയിലാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ആ കുറഞ്ഞ 5 ദിവസങ്ങൾക്കകത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനും ഇപ്പോൾ സസ്പെൻഷൻ ഉറപ്പുവരുത്താനും പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും തുടർ ആരോപണങ്ങൾ നേരിട്ടാൽ, അതിൽ ഗുരുതരമായ ഇടപെടലുകൾ ഉണ്ടായാൽ അവിടെ കൃത്യമായി കടുത്ത തീരുമാനത്തിലേക്ക്, അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടി കിടക്കും. അതിന് മുന്നോടിയായിട്ടാണ് ഈ സസ്പെൻഷൻ എന്ന വിവരങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നത്. അതായത് ഡാൻ, ഈ പാലക്കാട്ടെ ഒരു ബൈ ഇലക്ഷൻ ഒഴിവാക്കുക എന്ന വിഷയത്തിലേക്ക് മാത്രമാണ് കോൺഗ്രസിന്റെ പ്രാമുഖ്യം ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറം ഞങ്ങൾ രാഹുലുമായി ഒരു മമതയ്ക്കുമില്ല
എന്ന് വരുത്തുക കൂടിയാണോ കോൺഗ്രസിന്റെ ശ്രമം? പക്ഷേ ഇതെങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാനാവും? കാരണം ഒരു വശത്ത് ഇടതുപക്ഷവും BJPയും ഒക്കെ വലിയ പ്രക്ഷോഭവുമായി വരും. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും ആ നിയമസഭാ സമ്മേളനം രാഹുൽ എന്ന ഒറ്റ വിഷയത്തിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഇതൊക്കെ കോൺഗ്രസ് മുന്നിൽ കാണുന്നില്ലേ? സജിത്ത്, അതായത് അന്തിമമായ ഒരു തീരുമാനമല്ല ഇത്. അതാണ് ഇതിൽ വ്യക്തത വരുത്താനുള്ളത്. അത് കൃത്യമായി കെ മുരളീധരന്റെ വാക്കുകളിൽ പ്രകടമാണ്. അത് നമുക്ക് കൃത്യമായി ഒരിക്കൽ കൂടി പ്ലേ ചെയ്താൽ അത് കൃത്യമായി കേൾക്കാനും കഴിയും. അതായത് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം നിലവിലുണ്ടായിരിക്കുന്ന ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതിൽ ഗൌരവ സ്വഭാവമുണ്ടോ എന്ന് കണ്ടെത്തി രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനിയും ഗുരുതര സ്വഭാവമുള്ള ആക്ഷേപങ്ങൾ വന്നാൽ തുടർ നടപടികൾ ഉണ്ടാകും. ഇത് കൃത്യമായൊരു മേൽ നടപടിയുടെ സൂചനയായി തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സസ്പെൻഷനെ വ്യാഖ്യാനിക്കേണ്ടി വരും. നേതൃത്വവും പറയുന്നത് അങ്ങനെയാണ്. ഇനി അങ്ങനെ ഒരു നടപടി എടുക്കേണ്ടി വന്നാൽ അത് ആ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള നടപടി എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിക്കാണിക്കാനുള്ള ഒരു നീക്കം രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിലൂടെ സാധിക്കുമെന്നൊരു വിലയിരുത്തൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ അത് തിരിച്ചടിയായി മാറിയേക്കുമെന്നൊരു വിശകലനത്തിലേക്ക്, വിലയിരുത്തലിലേക്ക് ഒരു വിഭാഗം നേതാക്കൾ എത്തിയതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിനുള്ളിൽ തന്നെ സൃഷ്ടിക്കാൻ ഇടയാക്കിയത്. യെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് കോൺഗ്രസിനകത്ത് വലിയ ആശയക്കുഴപ്പമാണ് എന്ത് നടപടി എന്നത്. കാരണം രാഷ്ട്രീയ പ്രതിസന്ധി ഒരു വശത്ത്, പക്ഷേ ബൈ ഇലക്ഷൻ ഉണ്ടായാൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രതിസന്ധി മുന്നിൽ കാണുന്നു. ഇതാണ് കോൺഗ്രസിനെ കുഴയ്ക്കുന്ന വിഷയം. എന്തായാലും ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ കോൺഗ്രസ് ഇപ്പോൾ ഒരു നടപടിയുടെ തുടർച്ച മാത്രമാണ്, ഈ നടപടിയിൽ ഒതുങ്ങുന്നില്ല എന്നതാവാം വിശദീകരണം. എന്ന് മാത്രമല്ല, ഔദ്യോഗികമായി ഇക്കാര്യം വിശദീകരിച്ചിട്ടില്ല. ഇപ്പോൾ ചില നേതാക്കളൊക്കെ ബൈറ്റുകളിലൊക്കെ ഉൾപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ഔദ്യോഗിക വിശദീകരണം നൽകേണ്ടത് KPC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ ഒക്കെയാണ്. അവർ ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു പ്രതികരണമായ കാര്യം പറഞ്ഞിട്ടുമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അത്തരമൊരു നീക്കത്തിലേക്ക്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ ഒതുങ്ങുന്നില്ല എന്ന കാര്യം കോൺഗ്രസ് സൂചന നൽകുന്നുണ്ട്. കെ മുരളീധരനാണ് രാവിലെ ഇത് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. മുരളീധരന്റെ വാക്കുകൾ കേൾക്കാം. മൂന്നാം ഘട്ട നടപടി സ്വാഭാവികമായിട്ടും പാർട്ടി ഇതിപ്പോൾ ഒന്നാം ഘട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് സസ്പെൻഷൻ. ഇനി കൂടുതൽ പരാതികൾ ഉണ്ടാവുകയും തെളിവുകൾ പുറത്തു വരികയും ചെയ്താൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കും. അക്കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം ഇത്രയും നടപടികളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും മുമ്പ് ചെയ്തിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. കാരണം പാലക്കാട്ടെ മത്സരം UDFും BJP ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പരാജയ ഭീതി ഞങ്ങൾക്കില്ല. പക്ഷേ ഇവിടെ ബൈ ഇലക്ഷൻ അല്ല ചർച്ച. ഓരോ MLAക്കെതിരായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് അത് വെറുതെ നോക്കിയിരിക്കാൻ സാധ്യമല്ല. അതിന്റെ ഭാഗമായിട്ടാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ വന്ന ഓഡിയോന്റെ ഒക്കെ ആധികാരികത കൂടെ അറിയണം. ഇക്കാര്യത്തിൽ മാങ്കൂട്ടത്തിന്റെ നിലപാടും നേരിട്ട് വരെ പാർട്ടി വിശദീകരണം കിട്ടിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് അതും കൂടെ നൽകാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നുള്ളതൊരു സ്ഥിര ഏർപ്പാടല്ല. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്നതിന്റെ സൂചനയാണ്. ഇതാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നത് ആണ് അവർ പറയുന്നത്. ഇത്തരമൊരു നിലപാടെടുത്ത് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഡാൻ, ഒരു കാര്യം, യെസ്, എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് നേരിടുന്ന ആശയക്കുഴപ്പം പ്രകടമാണ്. കാരണം എന്ത് നടപടിയെടുക്കുമെന്ന ചോദ്യമാണ്. വനിതാ നേതാക്കൾ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞു. ഇയാളെ അടിയന്തരമായി രാജിവെപ്പിക്കണമെന്ന് മാത്രമല്ല രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണം എന്ന നിലപാടെടുത്തവരുമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെ ഒപ്പം ചേർത്ത് കൊണ്ടുപോകുമെന്ന വലിയ ചോദ്യമുണ്ട്. സസ്പെൻഷൻ എന്നത് ഒരു സാങ്കേതിക നടപടിക്രമമാണ്. പക്ഷേ അതിനപ്പുറം രാഹുലിനെ MLA സ്ഥാനത്ത് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ത് രാഷ്ട്രീയ മര്യാദ എന്ന ചോദ്യം ഉയരും. എന്ന് മാത്രമല്ല, ഇടതുപക്ഷവും BJPയും നടത്തുന്ന രാഷ്ട്രീയ പ്രതിഷേധത്തെ കോൺഗ്രസ് എങ്ങനെ നേരിടുമെന്നതുമാണ് ചോദ്യം. ഒരേ വശത്ത് ഈ പ്രതിഷേധം നേരിടും, മറുവശത്ത് ഉപതെരഞ്ഞെടുപ്പ് എന്ന വലിയൊരു ഭീഷണിയും.